ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. നമ്മുടെ രേവതി ആദ്യമായിട്ട് വലിയൊരു ഓർഡർ എടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. രേവതിയുടെ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ചന്ദ്രമതി അത് മുടക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പദ്ധതിയൊക്കെ ഒരുക്കുന്നുണ്ട്. എന്നാൽ അത് 8 നിലയിൽ പൊട്ടുകയും ചന്ദ്രമതിക്ക് നല്ല 18 പണിയായിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. രേവതിക്ക് ആദ്യത്തെ വലിയ ഓർഡറാണ്. ആ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രേവതിക്ക് ഏകദേശം 4 ലക്ഷം രൂപയോളം കിട്ടും കേട്ടോ. അത്രയും വലിയൊരു ഓർഡറാണ് രേവതി ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ചന്ദ്രയാണെങ്കിൽ അത് പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. അന്നേ ദിവസം രാവിലെ രേവതിയാണെങ്കിൽ പതിവ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഉച്ചത്തേക്കുള്ള ഫുഡ് അടക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിന് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചേച്ചിമാർ ഓൾറെഡി നേരത്തെ എത്തിയിട്ടുണ്ട്. രേവതി ഇറങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ചേച്ചിമാരെ വിളിക്കുന്നത് കേട്ടോ. എന്നാൽ രേവതി പറയുന്നുണ്ട്, ചേച്ചി എനിക്ക് ഉച്ചത്തെ കുറച്ച് ജോലിയും കൂടി ബാക്കിയുണ്ടെന്ന്. ഇന്നേ ദിവസവും നീ തന്നെ വേണോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അവിടെ മറ്റാരും ഇല്ലെന്നൊക്കെ ചേച്ചിമാര് ചോദിക്കുന്നുണ്ടെങ്കിലും രേവതിയാണെങ്കിൽ താൻ നിരന്തരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് താൻ തന്നെ ചെയ്യണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചേട്ടനെ ഞാൻ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാം, ചേച്ചിമാരെ ഒന്ന് സഹായിച്ചു കൊടുത്താൽ മതി, പൂവൊക്കെ കൊട്ടയിലാക്കിയിട്ട് ഒന്ന് വണ്ടിയിൽ കയറ്റി കൊടുത്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം, നീ പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ വേണ്ടി നോക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. സച്ചി അരികിലേക്ക് വരുന്ന സമയത്ത് രേവതി പൂ എടുക്കാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴേ റെഡിയാണ്, എപ്പോ വേണമെങ്കിലും നമുക്ക് പോവാന്നുള്ള മട്ടിലാണ് സച്ചി നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സച്ചിയുടെ വേഗം തന്നെ ചെല്ല്, അവിടെ ചേച്ചിമാരെല്ലാവരും ഉണ്ടാകും, പൂവൊക്കെ അവര് വണ്ടിയിൽ കയറ്റി തരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ രേവതി നീ വരുന്നില്ലേ എന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ചു നേരത്തെ പണിയും കൂടിയുണ്ട്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം, നിങ്ങൾ എല്ലാവരും പൂവൊക്കെ എടുത്തിട്ട് മണ്ഡപത്തിലേക്ക് എത്തിക്കോളാൻ വേണ്ടിയിട്ടാണ് സച്ചിയുടെ അടുത്ത് പറയുന്നത്. മണ്ഡപത്തിൽ പൂവൊക്കെ വെച്ചതിന് ശേഷം സച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ സച്ചേട്ടന്റെ ജോലിക്ക് പോയിക്കൊള്ളാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ. അതെങ്ങനെ രേവതി ശരിയാവുന്നത്? എന്റെ ഭാര്യ ആദ്യമായിട്ട് വലിയൊരു ഓർഡർ എടുത്തിരിക്കുകയാണ്, ആ സമയത്ത് കാര്യങ്ങളെല്ലാം കൂടെ നിന്നുകൊണ്ട് തന്നെ ചെയ്തു കൊടുക്കണ്ടേ. അതുമാത്രമല്ല എന്റെ ഭാര്യ നല്ല രീതിയിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു രംഗമൊക്കെ എനിക്ക് നേരിട്ട് കാണണ്ടേന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അതിന് സച്ചേട്ടൻ എന്തിനാ സച്ചേട്ടന്റെ ട്രിപ്പ് കളയാൻ വേണ്ടി നിൽക്കുന്നത്? ഇന്ന് രേവതി നിന്റെ മണ്ഡപ ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള ട്രിപ്പുകൾ മാത്രമേ എന്റെ വണ്ടി ഓടുള്ളൂ എന്നുള്ള കാര്യം പറയുവാണേ. ഓ, എന്റെ ഭർത്താവിന് എന്നോട് എന്തൊരു സ്നേഹം എന്നൊക്കെ രേവതി ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് പറയുന്നൊക്കെ ഉണ്ട്. അങ്ങനെ രേവതിയാണെന്നുണ്ടെങ്കിൽ പണിയൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് ഓരോരുത്തരായിട്ട് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ട് ഫുഡ് കഴിക്കാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതേസമയം ചന്ദ്രമതി ഇങ്ങനെ മുറിയിലിരുന്ന് ചിന്തിക്കുന്നുണ്ട്, ഇന്നിപ്പോ ഇവള് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുക, അവളെവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് താൻ എന്താ ഇപ്പൊ പ്ലാൻ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴാണ് ശ്രുതിയും കൂടി ചേർന്നിട്ട് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ശ്രുതിയുടെ അടുത്ത് പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം എല്ലാവരും അവിടുന്ന് പറഞ്ഞു വിട്ടാൽ മാത്രമേ രേവതി അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് അറിയാവുന്നതുകൊണ്ട് ഉടനെ തന്നെ അവിടുന്ന് എല്ലാവരും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ആൾക്ക് ഭയങ്കര ധൃതിയാണ്. ശ്രുതി അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ, നീ എന്താണ് കാണിക്കുന്നത്, എത്ര നേരമായി കഴിക്കുന്നു, പെട്ടെന്ന് തന്നെ കട പോയിട്ട് ഓപ്പൺ ആക്കാൻ വേണ്ടി നോക്ക്. ശ്രുതി, നീ ഭക്ഷണം കഴിക്കുന്നില്ലേ എന്ന് അടുത്തിരിക്കുമ്പോ ചോദിക്കുന്നുണ്ട്. ആന്റി, എനിക്ക് ABC ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അതാണ് കുടിച്ചോണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് നല്ലത്, ശ്രുതി നീ വേഗം തന്നെ കുടിച്ചിട്ട് പോകാനുള്ള പരിപാടി നോക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ഭയങ്കര ധൃതിയിൽ അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. രണ്ടുപേർക്കും ഉച്ചത്തേക്കുള്ള ഭക്ഷണം വേണ്ട എന്ന് പ്രത്യേകമായിട്ട് രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്. രണ്ടുപേരും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരില്ല എന്ന് കേട്ട ഉടനെ നമ്മുടെ രേവതി പറയുന്നുണ്ട്, അയ്യോ നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള ഫുഡൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്ന്. രേവതി, അവര് വരുന്നില്ല എന്നുള്ള കാര്യം നിന്റെ അടുത്ത് പറഞ്ഞില്ലേ, പിന്നെ നീ എന്തിനാ അവരെ നിർബന്ധിച്ച് വരുത്തുന്നത്, അവര് ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ അടുത്ത് ചൂടാവാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര. അതിനിടയ്ക്ക് ശ്രീകാന്ത് ആണെങ്കിൽ, ചേച്ചി ഉച്ചയ്ക്ക് വരുന്നില്ല, പക്ഷെ എനിക്ക് ഇപ്പൊ നല്ല വിശപ്പുണ്ട്, എനിക്ക് 2 ദോശ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുമ്പോ, അതിനെന്താ ശ്രീകാന്ത് ഞാൻ ഉണ്ടാക്കിത്തരാ എന്ന് പറഞ്ഞിട്ട് രേവതി ഉള്ളിലേക്ക് കയറി പോവാണ്. ശ്രീകാന്ത് അവിടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത് കണ്ട് ചന്ദ്രമതി ആണെങ്കിൽ ശ്രീകാന്തിന്റെ അരികിലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല ശ്രീകാന്ത്, നീ ഹോട്ടലിലേക്കല്ലേ പോകുന്നത്, പിന്നെ എന്തിനാ സമയം ലേറ്റ് ആക്കാൻ വേണ്ടി നിൽക്കുന്നത്, നിനക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ പോയെന്നൊക്കെ ചോദിക്കുവാണേ. അമ്മേ, എത്രയാണെന്നുണ്ടെങ്കിലും രേവതി ചേച്ചി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ഒന്നും എവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും കഴിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുമ്പോ ഇങ്ങനെ പറഞ്ഞാണ് എല്ലാവരും കൂടി അവളെ തലയിലേറ്റി വെച്ചിരിക്കുന്നതെന്നൊക്കെ ചന്ദ്രൻ ഇങ്ങനെ ദേഷ്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. രേവതി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയല്ലോ, ഇത് കണ്ടുകൊണ്ട് വന്ന സച്ചിയാണെങ്കിൽ രേവതിയുടെ അടുത്ത് ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിത്തരാ എന്ന് പറയാണേ. അത് അവിടെ ഇരുന്ന് ശ്രുതിയും കേൾക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ദോശയും കൂടി ചുട്ടോടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. രേവതിയുടെ അടുത്ത് നിർബന്ധിച്ചിട്ട് ഭക്ഷണം കഴിപ്പിക്കുകയാണ്. കാരണം രേവതി ജോലിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമൊന്നും ശ്രദ്ധിക്കില്ലല്ലോ, അതുകൊണ്ട് കൂടിയാണേ. അങ്ങനെ ശ്രുതിയാണെങ്കിൽ
സച്ചിയുടെ അടുത്ത് ദോശ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞല്ലോ. അത് കേട്ട് ചന്ദ്രമതി പറയുന്നുണ്ട്, എന്തിനാണ് വെറുതെ അവരെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നത്? അവസാനം സച്ചി നിന്റെ ഭാര്യയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും, അതിന്റെ വല്ല ആവശ്യമുണ്ടോ? വേഗം എഴുന്നേറ്റ് പോവാൻ വേണ്ടി നോക്കടാ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട്. ചന്ദ്രമതിക്ക് എത്രയും വേഗം തന്നെ ഓരോരുത്തർ അവിടെ നിന്ന് പറഞ്ഞു വിടണം, അതിനു വേണ്ടിയിട്ടാ പറഞ്ഞത്. പക്ഷേ ഇത് കേട്ട് സച്ചിയാണെന്നുണ്ടെങ്കിൽ അടുക്കളയിൽ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, അമ്മയ്ക്ക് ഇപ്പോഴെങ്കിലും എന്റെ മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടായല്ലോ എന്നൊക്കെ. കേട്ടോ, കേട്ടില്ലടാ, ഇനി വേഗം എഴുന്നേറ്റ് പോവാൻ നോക്കടാ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ട്. ആദ്യം ശ്രുതിയും ശ്രുതിയും പോവാണ്. അത് കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും പോകുന്നുണ്ട്. ഇനിയിപ്പോ സച്ചി മാത്രമേ ഉള്ളൂ. രവി ഓൾറെഡി പുറത്ത് പോയിട്ടുണ്ട് കേട്ടോ. സച്ചി പോകുന്നത് നോക്കിയിട്ട് കുറച്ചു നേരം അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. സച്ചി പൂവൊക്കെ എടുത്തിട്ട് വരുമ്പോഴേക്കും ഞാൻ അങ്ങോട്ടേക്ക് എത്തിക്കോളാം എന്ന് പറഞ്ഞിട്ട് സച്ചിയെയും അവിടുന്ന് യാത്ര ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മുടെ രേവതി. അങ്ങനെ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടോ. പോയി കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതേ ഉണ്ടാവുള്ളൂ. അപ്പോഴേക്കും ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കാലുവേദന എന്നുള്ള കാര്യം പറയുവാണേ. എനിക്ക് നടക്കാൻ പോലും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചില്. ഇത് കേട്ട രേവതിയാണെങ്കിൽ പെട്ടെന്ന് ഓടി വരുന്നുണ്ട്. അമ്മയ്ക്ക് എന്താ പെട്ടെന്ന് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കാല് ഭയങ്കരമായിട്ട് മസിൽ കയറി ഭയങ്കര വേദന എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര അഭിനയാണ് കേട്ടോ. ആണോ അമ്മേ, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് സച്ചേട്ടനെ വിളിക്കാൻ എന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, എനിക്ക് ചൂട് പിടിച്ചാൽ മതി, അപ്പോഴേക്കും മാറിക്കോളെന്ന് പറയുന്നുണ്ട്. അങ്ങനെ രേവതിയെ കൊണ്ട് തന്നെ റൂമിൽ കൊണ്ട് ഇരുത്തുകയും രേവതിയെ കൊണ്ട് ആദ്യം ചൂട് പിടിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ചു നേരം ഐസ് വെച്ചാൽ മതി, അങ്ങനെ കുറച്ചു നേരം അതാക്കി മതി ഇതാക്കി മതി എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതിക്ക് പോകാനുള്ളതാണല്ലോ. അതുകൊണ്ട് ഞാന് ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അടുത്തോ ആരുടെ വരാൻ വേണ്ടിയിട്ടൊക്കെ പറയാന്ന് പറയുന്നുണ്ട്. അതൊന്നും വേണ്ട, നീ എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നാൽ മതി എന്നുള്ള കാര്യം പറയാണ്. ചന്ദ്രയ്ക്ക് ശരിക്കും കാലുവേദനയാണെന്നാണ് നമ്മുടെ രേവതി വിചാരിക്കുന്നത്. പക്ഷെ അഭിനയാന്നുള്ള കാര്യം അപ്പൊ മനസ്സിലാവുന്നില്ല. ഇത്രയും വേദന ഉണ്ടെങ്കിൽ അമ്മ എന്തിനാ സഹിച്ച് ഇവിടെ കിടക്കുന്നത്, ഹോസ്പിറ്റലിൽ പോവാന്ന് രേവതി പറയുമ്പോ അതൊന്നും വേണ്ട, ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടവിട്ടിട്ട് ചൂട് പിടിച്ചുകൊണ്ടിരുന്നാൽ മതി, എന്റെ കാലുവേദന മാറുന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. എന്നിട്ട് രേവതിയെ കൊണ്ട് ആദ്യം ചൂട് പിടിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്ക് രേവതിയുടെ ഫോണിലേക്ക് ആണെങ്കിൽ സച്ചി വിളിക്കുന്നുണ്ട്. സച്ചി രേവതി എവിടെ നിന്ന് ഇറങ്ങിയോ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിളിച്ചത്. കാരണം എല്ലാവരും ഫ്ലവറും എല്ലാം എടുത്തുകൊണ്ട് മണ്ഡപത്തിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞു. താൻ ഇറങ്ങിയിട്ടില്ല എന്നും അമ്മയ്ക്ക് പെട്ടെന്ന് കാലുവേദന വന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ട സച്ചിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ രേവതി നീ ഒരു കാര്യം ചെയ്യേ, ഇങ്ങോട്ട് പോരും, ഞാൻ അവിടെ നിന്നുകൊണ്ട് അമ്മയെ നോക്കിക്കോളാം എന്ന് പറയണേ. പക്ഷെ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ട് സച്ചേട്ടൻ ഞാൻ തന്നെ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് രേവതി തിരിച്ചും ചോദിക്കുന്നുണ്ട്. അയ്യോ രേവതി, ഇവിടെ മണ്ഡപ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, അപ്പൊ നീ അവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? അതിന് സച്ചേട്ടാ ഒരു വഴിയുണ്ട്, ഞാന് വീഡിയോ കോൾ ചെയ്യാം, എന്നിട്ട് അവിടെയുള്ള ചേച്ചിമാരെടുത്തൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് പോലെ അവര് കാര്യങ്ങൾ ചെയ്തോളൂ, എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയാണ് കേട്ടോ. ഇത് കേട്ട സച്ചി, ആഹാ ഇത് നല്ല ഐഡിയ ആണല്ലോ രേവതി, നിനക്ക് അവിടെ നിന്നിട്ട് അമ്മയെ നോക്കാം, അതുപോലെ തന്നെ വീഡിയോ കോളിലൂടെ ഇവിടുത്തെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ, ഇത് സൂപ്പർ ഐഡിയ ആണ് രേവതി എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ചേച്ചിമാരെ എല്ലാവരെടുത്തും വീഡിയോ കോളിലൂടെ രേവതി വരുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ സച്ചിൻ ചെയ്യാന്ന് പറയാണ്. അങ്ങനെ ആദ്യം ചന്ദ്രയ്ക്ക് ചൂട് പിടിച്ചു കൊടുക്കുന്നു, പിന്നെ ഐസ് തുണിയിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ചന്ദ്രമതി സൂപ്പ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. സൂപ്പ് ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്കൊക്കെ രേവതിയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലൂടെ അവിടെ ചേച്ചിമാർക്ക് എന്തെല്ലാം കാര്യങ്ങൾ എവിടേക്ക് എന്തൊക്കെ വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ വർക്കുകളും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഏകദേശം ഈവനിങ് ആയി. ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാതെ ഇവിടെ തന്നെ എനിക്ക് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റിയല്ലോ. ഇനി ഇവള് മണ്ഡപ ഡെക്കറേഷൻ എങ്ങനെയാ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇവിടുന്ന് പോകാത്തോണ്ട് തന്നെ ഇനി ഇവളെ വിശ്വസിച്ചുകൊണ്ട് ആരും ഒരു നല്ല ഓർഡറും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ രേവതി ആണെങ്കിൽ മുറിയിലേക്ക് വരുന്ന സമയത്ത് ബാമയെ വിളിച്ചിട്ട് ആ സന്തോഷം ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ചന്ദ്രവതി പറഞ്ഞു കൊടുക്കുവാണ് കേട്ടോ. ബാമേ, എനിക്ക് കാലുവേദന അഭിനയിച്ച് രേവതിക്ക് ഇന്ന് ആദ്യമായിട്ട് വലിയൊരു ഓർഡർ കിട്ടിയതായിരുന്നു. ആ ഓർഡർ അവൾക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇനി എന്തായാലും അവൾക്ക് ഒരു ഓർഡറും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. അവളെ വിശ്വസിച്ചിട്ട് ആരെങ്കിലും ഇനി ഓർഡർ കൊടുക്കോ എന്നൊക്കെ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ രേവതി കേൾക്കുവാണ് കേട്ടോ. അവള് കാലുവേദന അഭിനയിച്ചതാണ് എന്നും തന്നെ മനഃപൂർവ്വം ഇവിടെ പിടിച്ചു നിർത്തുന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്നുള്ള കാര്യമൊക്കെ രേവതി തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ മണ്ഡപത്തിൽ പോകാതെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ മണ്ഡപത്തിന്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് ചെയ്തു തീർത്ത കാര്യങ്ങളെ കുറിച്ച് ചന്ദ്രമതി അറിയുന്ന സമയത്ത് താൻ അഭിനയിച്ചതൊക്കെ വെറുതെ ആയി പോയി എന്നുള്ളൊരു തോന്നല് ചന്ദ്രമതിക്കും വരുന്നുണ്ട്. അത് മാത്രമല്ല ചന്ദ്രമതിയുടെ ഇതെല്ലാം അഭിനയമായിരുന്നു എന്നും മനഃപൂർവ്വം രേവതിയുടെ ബിസിനസ് തകർക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ചന്ദ്രമതി ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് സച്ചി ചന്ദ്രയെ പിച്ചു കയറുന്ന രീതിയിൽ സംസാരിച്ച് അങ്ങോട്ട് അടിച്ച് അമർത്തുന്നൊക്കെ ഉണ്ട്.